നമസ്കാരം. കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് UAE-യിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാഷണൽ മെറ്റീരിയോളജിക്കൽ സെന്ററാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1000 മീറ്ററിൽ താഴെ ദൂരക്കാഴ്ച കുറയുന്നതിനാലാണ് വാഹനം ഓടിക്കുന്നവർക്കായുള്ള നിർദ്ദേശത്തിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ UAE-യുടെ ചില ഭാഗങ്ങളിൽ വാഹനങ്ങൾ വളരെ പതുക്കെയാണ് ഓടിയത്. മൂടൽമഞ്ഞ് കാരണം ദൂരക്കാഴ്ച കുറഞ്ഞതിനാൽ തന്നെ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേകം അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് ഇൻഫോർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മാറുന്ന വേഗപരിധി പാലിക്കാൻ ഡ്രൈവർമാരെ അഭ്യർത്ഥിക്കുന്നതായും അബുദാബി പോലീസ് പറഞ്ഞു. വ്യവസ്ഥകൾക്കനുസൃതമായി അബുദാബിയിലെ നിരവധി പ്രധാന ഉൾറോഡുകളിൽ വേഗപരിധി മണിക്കൂറിൽ 80 കിലോമീറ്ററായി താഴ്ത്തി വേഗത കുറയ്ക്കൽ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ രാജ്യത്തെ പല പ്രധാന പ്രദേശങ്ങളും മൂടൽമഞ്ഞ് കൊണ്ട് മൂടിയിട്ടുണ്ട്. അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട്, എക്സ്പോ, ജബൽ അലി, അൽ മിൻഹാദ് എന്നിവയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞായിരുന്നു അനുഭവപ്പെട്ടത്. അബുദാബിയിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡിലും അൽ മിർഫ മുതൽ അൽ റുവൈസ് വരെയും ഫബ്ഷാൻ, മദീനത്ത്, സായിദ്, റമ, അൽ ഖസ്ന, സ്വിഖാൻ എന്നിവിടങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സെയ് സുദൈറ റോഡിൽ ഖാൻടൗണിലേക്കുള്ള അൽ ഖാമിദിലെയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലൂടെയും ഉമുൽ ഖുവാനിൽ നിന്ന് റാസൽ ഖൈമ വരെയുള്ള ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് നിലനിന്നിരുന്നു. ദൃശ്യപരത കുറയുന്നതിനാൽ തന്നെ വാഹനങ്ങൾ വേഗത കുറച്ചത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലും എമിറേറ്റ്സ് റോഡിലും ഗതാഗതക്കുരുക്ക് രൂപപ്പെടാൻ കാരണമായി എന്നാണ് യാത്രക്കാർക്ക് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. മൂടൽമഞ്ഞുള്ള കാലാവസ്ഥ ഈ മേഖലയിലെ കാലാനുസൃതമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കും. രാത്രിയോടെയും ബുധനാഴ്ച രാവിലെയോടെയും ഈർപ്പം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചില തീരപ്രദേശങ്ങളിലും ആന്തരിക പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാറ്റ് നേരിയതോ മിതമായതോ ആയിരിക്കും വരുന്നത്. ഇത് പകൽ സമയത്ത് ഇടയ്ക്കിടെ ഉന്മേഷദായകമായിരിക്കും. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽക്ഷോഭം നേരിയ തോതിൽ അനുഭവപ്പെടുന്നതായിരിക്കും. അബുദാബിയിലും ദുബായിലും താപനില യഥാക്രമം 42 ഡിഗ്രി സെൽഷ്യസും 41 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. ഈർപ്പം 25 മുതൽ 90% വരെ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്.